വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല രുചിയുള്ളൊരു ബീഫ് റോസ്റ്റാണ് നമ്മളിപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 4 സവാളയാണ്. ചെറിയ സവാള ആയതുകൊണ്ടാണ് 4 എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ 2 വലിയ സവാള മതി. പിന്നെ 3 വലിയ കഷ്ണം ഇഞ്ചി, 1 കുടം വെളുത്തുള്ളി, 4 തണ്ട് കറിവേപ്പില, 6 പച്ചമുളക്. പിന്നെ തേങ്ങ ഓപ്ഷണലാണ്. തേങ്ങാക്കൊത്ത് ഇഷ്ടമുള്ളവർക്ക് തേങ്ങാക്കൊത്തും ചേർക്കാവുന്നതാണ്. 6 സ്പൂൺ മല്ലിപ്പൊടി, 3.5 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ ഇറച്ചി മസാലപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ഒരു പാൻ സ്റ്റൗവിൽ വയ്ക്കാം. ഈ പാനിലേക്ക് ഈ പൊടികളെല്ലാം കൂടിയും ചേർത്ത് നന്നായി ചൂടാക്കിയെടുക്കണം. കൈ വിടാതെ ഇളക്കി കൊടുക്കണം. ചെറുതീയിൽ വേണം ചെയ്യുവാൻ, അല്ലെങ്കിൽ പൊടി കരിയാൻ സാധ്യതയുണ്ട്. പൊടിയുടെ കളർ നന്നായി മാറി വരുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് കഴുകി വൃത്തിയാക്കിയ ബീഫാണ്. ഇതിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും തിരുമ്മി വച്ചിരിക്കുന്നതാണ്. ഈ ബീഫിലേക്ക് ചൂടാക്കിയ ഈ മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. കൂടാതെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തേങ്ങാക്കൊത്ത്, കറിവേപ്പിലയും ചേർക്കാം. ഇതിലേക്ക് 1 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി കുക്കർ അടച്ച് സ്റ്റൗവിൽ വയ്ക്കാം. 8 വിസിലായപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തു. ബീഫ് കുറച്ചുകൂടെ വേകുവാനുണ്ട്, അതുകൊണ്ട് 2 വിസിൽ കൂടി അടുപ്പിച്ചു. ബീഫിൽ വെള്ളം ഉണ്ടായിരുന്നത് കൊണ്ട് വീണ്ടും വെള്ളം ഒഴിക്കേണ്ടി വന്നില്ല. ആവി നന്നായി പോയതിനു ശേഷം കുക്കർ തുറക്കാം. ബീഫ് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇതിലെ വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. ഇനി വെള്ളം വറ്റിയിട്ടില്ലെങ്കിൽ കുക്കർ ഒന്നുകൂടെ സ്റ്റൗവിൽ തുറന്നു വെച്ച് വെള്ളം വറ്റിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ഇളക്കി കറിവേപ്പിലയും ചേർത്ത് ഒരു 5 മിനിറ്റ് സ്റ്റൗവിൽ വയ്ക്കാം. തീ കുറച്ചു വയ്ക്കണേ. ബീഫ് റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. കണ്ടില്ലേ, വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാവുന്ന ഒരു ബീഫ് റോസ്റ്റാണിത്. ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി വേണമെങ്കിൽ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് വെളുത്തുള്ളിയും ചുമന്നുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും ഒക്കെ ചേർത്ത് മൂപ്പിച്ച് യോജിപ്പിച്ചെടുത്താൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും കേട്ടോ. റെസിപ്പി ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.